തിരികെ സ്വാഗതം മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക്. ആന്റോ അഗസ്റ്റിൻ, 2021 നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് കേട്ട ആരോപണങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ആരോപണവും കേൾക്കുന്നില്ല എന്നാണ്. സ്വർണ്ണക്കടത്ത് അത് ഏറ്റവും വലിയ ആരോപണമല്ലേ. അന്ന് പറയുന്ന ഇത് കോൺസുലേറ്റ് ജനറൽ വഴി സ്വർണം കടത്തി, ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി, എന്താണ് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി, അങ്ങനെ അത് വലിയൊരു ആരോപണം. അതെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു, ED അന്വേഷിക്കുന്നു, CBI അന്വേഷിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണം നടക്കുന്നു ആ സമയത്ത്. അതിനുശേഷം ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ലൈഫ് മിഷൻ്റെ വലിയ ആരോപണങ്ങൾ, സ്പ്രിംഗ്ലർ കമ്പനിക്ക് കോവിഡിൻ്റെ ഡാറ്റ മുഴുവൻ ചോർത്തി, കോവിഡ് ഡാറ്റ മുഴുവൻ ഇവിടുത്തെ രോഗികളൊക്കെ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചിട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആ സമയത്ത് എടുത്തുന്നു. അതിനുശേഷം എന്താണ് ബാർ ലൈസൻസ്, കേരളത്തിൽ ബാർ ലൈസൻസ് പുതുക്കി നൽകുന്നു, ബാർ കോഴ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ ഇതിലെല്ലാം പുറകുന്നു. BJP കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ വന്നിട്ട് പറയുന്നു പിണറായി വിജയൻ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ പോവുകയാണ് എന്ന് പറയുന്നു. നരേന്ദ്രമോദി വന്നു കേരളത്തിൽ ഇപ്പോൾ കാണുന്നതിന്, കാരണം അന്ന് എനിക്ക് തോന്നുന്നു 7 or 8 പ്രാവശ്യം കണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വന്നു, 4 or 5 പ്രാവശ്യം കണ്ട് അമിത്ഷാ വന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രൊപ്പഗൻഡ വരുന്നു. BJP കേന്ദ്രം പിടിച്ച പോലെ കേരളം പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രൊപ്പഗൻഡ ഉണ്ടാകുന്നു. അപ്പോൾ സമയത്ത് പറയുന്നത് എന്താ അറിയോ, ഇതുപോലെ മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ കാര്യമായിട്ട് കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. കാരണം എന്താണ്, ശബരിമല വിഷയം വലുതായിട്ട് കത്തിക്കുന്നു. ഹിന്ദുക്കളെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ ശബരിമല വലിയ വിഷയമായി നിൽക്കുന്നു. ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നടക്കുന്നു. ഇതെല്ലാം നടക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. കോവിഡ് ഉണ്ടാകുന്നു. PPE കിറ്റുമായി ബന്ധപ്പെട്ടതിൽ കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ട് ടീച്ചറമ്മേനെ, ശ്രീമതി ടീച്ചറെ ഭയങ്കര മോശമായി ചിത്രീകരിക്കുന്നു. ഇത്രയൊന്നും ആരോപണങ്ങൾ, ശൈലജ ടീച്ചറെ വലിയ മോശമായി സംസാരിക്കുന്നു. ഇത്ര ആരോപണമൊന്നും ഇപ്പം ഇല്ലാന്നേ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരഴിമതി ആരോപണം, ഒരെണ്ണം കേരളത്തിലെ മന്ത്രിമാർക്കെതിരെ പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഒരു അഴിമതി ആരോപണം ഇല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയധികം അഴിമതി ആരോപണം മുന്നിൽ വെച്ചിട്ട് ഒരു വലിയ പ്രൊപ്പഗൻഡ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സ്പ്രിംഗ്ലറൊക്കെ ഹൈക്കോടതിയിൽ തോട്ടിക്കളഞ്ഞു. മനസ്സിലായോ? CBI അന്വേഷണം അവസാനിപ്പിച്ചു. ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ല എന്നുള്ള കാര്യം വന്നു. അപ്പോൾ ഇതെല്ലാം ക്ലാരിറ്റിയോടുകൂടി വന്നിട്ട് ഈ 5 വർഷം കഴിയുമ്പോൾ എന്താണ്, 5 വർഷം കഴിയുമ്പോൾ ഒരു അഴിമതി ആരോപണം ഇല്ലാതെ അതിൻ്റെ 2021 വെച്ച് നോക്കുമ്പോൾ 10% പോലും ഇവർക്ക് കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 10 വർഷം അഴിമതി ആരോപണം ഭരിച്ചിട്ട് അഴിമതി ആരോപണം പറയാത്ത കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? 10 ഭരണം ഇല്ലാത്ത സ്ഥലത്ത് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് ഭരണപക്ഷത്തുണ്ടായിരുന്ന പാർട്ടിയെ കൂടുതൽ അഴിമതി ആരോപണം കേൾക്കുകയാണ്. എന്തൊക്കെ അഴിമതി ആരോപണം? ഈ വയനാട് ദുരന്തം അന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ പ്രളയകാലത്ത് അന്നത്തെ KPCC പ്രസിഡൻ്റായ എം ഹസൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ ഈ പ്രളയത്തിൽ കൂടെ നഷ്ടപ്പെട്ടു പോയവർക്ക് 1000 വീടുകൾ വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞു. 1000 വീടാണ്, ഇന്നത്തെ പോലത്തെ 130 അല്ല, 1000. അത് കഴിഞ്ഞിട്ട് എം ഹസൻ കുറേ പിരിവൊക്കെ നടത്തി അതിലേക്ക് പോയി. അത് കഴിഞ്ഞ് തൊട്ടുപുറകെ അടുത്ത KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി പറഞ്ഞു 1000 ഒന്നും വെച്ച് തരാൻ പറ്റില്ല, പക്ഷെ 500 ഞാൻ വെച്ച് തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? 1000 ഇല്ല, 500 ഇല്ല. ആ പിരിച്ച പണം എവിടെ പോയി? സ്വാഹ. ഒരു കണക്കില്ല, എവിടെ പോയി, എന്ത് ചെയ്തു? ഒരു വീട് വെച്ച് കൊടുത്തില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ വയനാട് ദുരന്തം വരുന്നത്. വയനാട് ദുരന്തം വരുമ്പോൾ എന്താണ്, മൊത്തം 400 വീട് വേണം. 100 ആര് കൊടുക്കും? 100 KPCC കൊടുക്കും, 100 കേരളത്തിൽ നിന്ന് കോൺഗ്രസ് കൊടുക്കും, 30 യൂത്ത് കോൺഗ്രസ് കൊടുക്കും, കർണാടക 100 കൊടുക്കുന്നു, രാഹുൽ ഗാന്ധി കൊടുക്കും. 100 വീട് പക്ഷേ മൊത്തം 300 വീടായി. ബാക്കി 100 വീട് മാത്രം കേരളത്തിൽ സർക്കാർ വെച്ച് കൊടുത്തില്ലെന്ന് പറഞ്ഞു. 300 കിട്ടിയിട്ട് 0 കിട്ടിയോ? ഒരെണ്ണം, ഒരു വീട് വെച്ച് കൊടുത്തില്ല. ഈ പണം മുഴുവൻ എത്രയാണ് പറഞ്ഞത്? യൂത്ത് കോൺഗ്രസിൻ്റെ ഓരോ മണ്ഡല കമ്മിറ്റികളും 50,000 രൂപ വെച്ച് പിരിക്കണം. അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാണ്, ഓരോ മണ്ഡല കമ്മിറ്റികളും 50,000 രൂപ പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. കേരളത്തിൽ എത്രയെങ്ങാനും മണ്ഡലം കമ്മിറ്റിയിലുണ്ട്. 50,000 രൂപ വെച്ച് പിടിച്ച് എത്രയെങ്ങാനും പൈസയാവും. വളരെ 2 ജില്ലകളിൽ മാത്രമുള്ള ലീഗ് 40 കോടി പിരിച്ചു. 2 ജില്ലകളിൽ മാത്രമുള്ള ലീഗ്. കേരളത്തിൽ മുഴുവനുള്ള കോൺഗ്രസ് എത്ര പിരിച്ചിട്ടുണ്ടാവും? ഈ പിരിച്ചതിൻ്റെ കണക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കണക്കില്ല. ആരുടെ അക്കൗണ്ടിലാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെയും KPCC പ്രസിഡൻ്റ് അക്കൗണ്ടിലാണ് കിട്ടുന്നതെന്ന് ആര് പറയുന്നു? ഈ പറഞ്ഞ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട പണം എത്രയെന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനേക്കാളും വലിയ അഴിമതി ആരോപണം നേരിടേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവായി എൻ്റെയും ഈ പറഞ്ഞ അന്നത്തെ KPCC പ്രസിഡൻ്റ് അക്കൗണ്ടിലേക്ക് ഇട്ടു എന്ന് പറയുന്ന പൈസ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പുറത്തേക്ക് കൊടുത്താൽ തീരുന്ന പ്രശ്നത്തിന്
പ്രശ്നം എന്തുകൊണ്ട് കോൺഗ്രസ് തീർക്കുന്നില്ല എന്നുള്ളതാണ്. അഴിമതി ആരോപണം നേരിടുന്നത്? പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് അഴിമതി ആരോപണം നേരിടുകയാണ്. ഈ സ്ഥലത്താണ് ഇലക്ഷൻ നേരിടുന്നതെന്ന് ഓർക്കണം. ഇനി നമ്മളൊരു 15 ദിവസം മുന്നേ ആണല്ലോ റിപ്പോർട്ടറിലെ ഇലക്ഷൻ സർവേ നടത്തിയത്. കേരളത്തിൽ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിന് ഏറ്റവും വലിയ ഇലക്ഷൻ സർവേയാണ് ഓൺലൈൻ ഇലക്ഷൻ സർവേ. കാരണം അങ്ങനെ ഒരു മെത്തേഡ് അങ്ങനെ ആരും യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം എടുത്തു. 16 ലക്ഷം ആൾക്കാരെ കണ്ട് അതിനകത്ത് വോട്ട് ചെയ്തു. 63 ലക്ഷം ആൾക്കാർ അതിൻ്റെ ഭാഗമായി. ഈ 16 ലക്ഷം വോട്ട് ചെയ്തതിൽ ആർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞത്? ഈ പറഞ്ഞ കേരളത്തിലെ 140 MLA മാർക്കിടാനാണ് പറഞ്ഞത്. MLA പെർഫോമൻസ്, കാരണം സ്ഥാനാർത്ഥികൾക്ക് മാർക്കിടാനല്ല പറഞ്ഞത്. കേരളത്തിൽ 140 MLA എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിലെ 99 ഇടതുപക്ഷത്തിന് MLA അതിലേക്ക് ഞാൻ നോക്കുകയായിരുന്നു. ഏകദേശം 85% ആൾക്കാർക്ക് 10ൽ 7 പോയിന്റ് കിട്ടി. 10ൽ 7 പോയിന്റ് 85% ആൾക്കാർക്കും കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താ? 100ൽ 85 പേർക്കും 99ൽ 84 പേർക്കും ഈ പറഞ്ഞ 7 പോയിന്റിൽ കിട്ടി. എബോവ് ആവറേജാണ്. ആവറേജിന് മേലെ മാർക്ക് കിട്ടി 99. അവിടെ MLA ഒരു ആൻറ്റി ഇൻക്യുമ്പൻസി ഇല്ല എന്നുള്ളതാണ്. ഈ ആൻറ്റി ഇൻക്യുമ്പൻസി ഇല്ലാത്ത MLA എന്തിനു തോൽപ്പിക്കണം? ഒരു MLA നമ്മൾ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കൂ. ഓരോ മണ്ഡലം, ഇപ്പോൾ ഈ തിരുവമ്പാടി നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്ത് നോക്ക്. തിരുവമ്പാടി ലിൻഡോ ജോസഫിനെ എന്തിനു തോൽപ്പിക്കേണ്ടത്? കാരണം ഓരോ മണ്ഡലങ്ങളിൽ ഈ 1 ലക്ഷം കോടി രൂപയാണല്ലോ കേരളത്തിലെ കിഫ്ബി വഴി ചിലവാക്കിയിട്ടുള്ളത്. ഈ 1 ലക്ഷം കോടി ഡിവൈഡഡ് ബൈ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ, 140 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ആവറേജ് ഏറ്റവും കുറഞ്ഞ ഒരു മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഏകദേശം 100 കോടി രൂപയ്ക്ക് മേലെ എന്ത് ചെയ്ത് വന്നിട്ടുണ്ട്? 1000 കോടി രൂപയ്ക്ക് മേലെ വികസനം വന്നിട്ടുണ്ട്. പല ഇടതുപക്ഷ MLA മണ്ഡലത്തിൽ 2000-2500 കോടി കിഫ്ബിയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും ഹൈടെക്കായി, എല്ലാ റോഡുകളും ഹൈടെക്കായി. അപ്പം ഇത് ഇങ്ങനെ കൊണ്ടുവന്ന MLA എന്ത് തോൽപ്പിക്കണം? ഞാൻ PK ബഷീർ എന്ന് പറഞ്ഞ MLA ഒരു ബൈറ്റ് കേൾക്കായിരുന്നു. ഞാൻ 2500 കോടി രൂപയുടെ വികസനം എൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പറയാണ്. കിഫ്ബിയിൽ കൂടെ 1500 കോടി രൂപ എൻ്റെ കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. പല കോൺഗ്രസ് MLA പറയുന്നത് കിഫ്ബിയിൽ കൂടെ ഞാൻ ഇത്ര കോടി രൂപയുടെ വികസനം കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ഈ MLA എന്തിനു തോൽപ്പിക്കണം? MLA ആൻറ്റി ഇൻക്യുമ്പൻസി ഉണ്ടോ? അപ്പോൾ ഈ MLA ആൻറ്റി ഇൻക്യുമ്പൻസി ഇല്ലാത്ത സ്ഥലത്ത് എന്താണ് നടക്കുക? ഈ MLA-നേക്കാളും നല്ലൊരു MLA-നെ കൊണ്ടുവരണ്ടേ? അല്ലെങ്കിൽ വേറെ ഒരു കാരണം വേണം. ഈ ഒരു കാരണം ഈ പറയുന്ന മതടിസ SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS ഒക്കെ വെച്ചിട്ട് കിട്ടുമെന്നാണ് കോൺഗ്രസ് നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ നോർമലി വികസനം കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് ഈ പറയുന്ന MLA തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഈ 99 MLA ഞാൻ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പല MLA ഇപ്പം പെരുമ്പാവൂർ എന്തുകൊണ്ട് MLA മാറി എന്നുള്ളത് പറയണം. ബത്തേരി IC ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ പറയണം. തിരുവനന്തപുരത്ത് ഒരു MLA ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ, വിൻസെൻ്റ്, അദ്ദേഹത്തിന് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ MLA ഏത് 41 MLA ഉള്ളതിൻ്റെ അകത്ത് അവർക്ക് എത്ര MLA കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായത്. അതിൽ പ്രശ്നത്തിലുണ്ട് പല MLA. മലപ്പുറമാണല്ലോ ലീഗിൻ്റെ ഏറ്റവും നല്ല സ്ഥലം. അവർക്കവിടെ 15 സീറ്റ് ഓൾറെഡി ഉണ്ട്. ബാക്കിയുള്ളത് ലീഗിന് അധികം സ്വാധീനം ഇല്ലാത്ത മണ്ഡലങ്ങളാണ് കൂടുതൽ സീറ്റുകളുള്ളത്. അപ്പം അവർക്ക് കിട്ടേണ്ട സീറ്റ് അവരിലുണ്ട്. അധികമായി സീറ്റ് കൊണ്ടുവരാനൊന്നുമില്ല. 1-2 സീറ്റെങ്കിലും മാക്സിമം കൊണ്ടുവരാൻ പറ്റും. ബാക്കി കിട്ടേണ്ട MLA ഈ 20 സീറ്റ് ലീഗിന് വെച്ചാൽ തന്നെ ബാക്കി 51 സീറ്റ് കൊണ്ടുവരേണ്ടതായിരുന്നു. 51 സീറ്റ് കോൺഗ്രസ് കൊണ്ടുവരണം. ഈ കോൺഗ്രസ് എവിടെ നിന്ന് 51 സീറ്റ് കൊണ്ടുവരും എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഈ പറഞ്ഞ കോൺഗ്രസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് ഓരോ നിങ്ങൾ കാസർഗോഡ് തുടങ്ങി ഓരോ ഇപ്പോൾ കണ്ണൂർ എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇരിക്കൂരും പേരാവൂരും അല്ലാതെ വേറെ ഏത് സീറ്റിനെ കുറിച്ചാണ് പറയാൻ പറ്റുക? കാസർഗോഡ് ഈ പറയുന്ന മഞ്ചേശ്വരവും ഈ പറഞ്ഞ കാസർഗോഡും അത് തന്നെ BJP ആയിട്ട് ടൈറ്റ് മത്സരം നടക്കുകയാണ്. അവിടെ 2 സ്ഥലത്ത് ത്രികോണ മത്സരം നടക്കുക. ഈ മണ്ഡലം കഴിച്ചാൽ വേറെ ഏത് മണ്ഡലം എന്നാ പറയാൻ പറ്റുക? പാലക്കാട് ഒഴിച്ച് നിർത്തിയാൽ 1-2 സീറ്റ് ഒഴിച്ചത് വേറെ ഏത് സ്ഥലം പറയാൻ പറ്റുക? തൃശ്ശൂർ ഏത് മണ്ഡലത്തെക്കുറിച്ചാണ് പറയാൻ കഴിയുക? അപ്പോൾ ഈ മണ്ഡലങ്ങൾ കാണിച്ചു തരണ്ടേ? ജില്ലകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ കാണിച്ചു തരണ്ടേ? ഇപ്പം എറണാകുളം ജില്ലയിൽ ഓൾറെഡി കോൺഗ്രസിന് 11 സീറ്റുണ്ട്. മനസ്സിലായി? അതിൽ കൂടുതൽ കിട്ടാനില്ല. ഇപ്പം മലപ്പുറവും എറണാകുളം പോലെയുള്ള കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലങ്ങളിൽ അവരെ ഓൾറെഡി ഈ പറയുന്ന 21 സീറ്റ് കൂടുതൽ സീറ്റും അവരെ ആ മണ്ഡലങ്ങളിൽ നിന്നാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പം ഈ സീറ്റുകളിൽ നിന്ന് കൂടുതൽ ഈ 50 സീറ്റ് 51 സീറ്റ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസിന് എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ എന്താ പറയുക ട്രെൻഡ് എന്ന് പറയുന്നത് അറിയോ? ഇന്നത്തെ പിണറായി വിജയൻ്റെ പോസ്റ്റോടുകൂടി ഒരു കാര്യം കേരളം ചർച്ച ചെയ്യാൻ പോവുകയാണ്. എന്താണ്? വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി CPM തീരുമാനിച്ചു എന്നുള്ളതാണ് ആ ട്രെൻഡിൻ്റെ തുടക്കം. വികസന രാഷ്ട്രീയമാണ് കേരളം ചർച്ച ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വലിയ ബാലികേറ മലയായിരിക്കും.
വികസനം അത് തിരിച്ചുവിടാനുള്ള എല്ലാ ശ്രമങ്ങളും നോക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ രാജു പി നായർ ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുന്നുണ്ട്. അതേ ആരോപണം തിരിച്ചടിക്കാൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങൾ പിരിച്ച പണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂർ എന്നിട്ട് പറയുകയാണ് ശവം തൂക്കി എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ ഇതാ ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി പിരിച്ച പണം ഇതാ 92,99,000 രൂപ 2 ദിവസം 2 പ്രാവശ്യമായത് ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അരമണിക്കൂർ കൊണ്ട് പറയാണ്. കാരണം ആ പാർട്ടിയുടെ സിസ്റ്റം അങ്ങനെയാണ്. ഒരാൾക്കും അങ്ങനെ പിരിച്ച പണവുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഒരു ഏരിയ കമ്മിറ്റിയിലെ ഒരു കുഞ്ഞികൃഷ്ണൻ എന്തോ പറയുമ്പോഴത്തേക്കും ഏരിയ കമ്മിറ്റിയിൽ ഒരു കുഞ്ഞികൃഷ്ണൻ എന്തോ പറയുമ്പോഴത്തേക്കും കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാണ് അല്ലേ? കേരളത്തിൽ KPCCയും യൂത്ത് കോൺഗ്രസും ഒക്കെ കൂടെ പിരിച്ച് വരാൻ മുക്കിയിട്ട് ഒരു വാർത്തയില്ല. കാരണം എന്താ? കോൺഗ്രസ് അങ്ങനെയാണെന്ന് ജനങ്ങൾക്കറിയാം. CPM അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. CPMൻ്റെ ഒരു എന്താ പറയുക ലോക്കൽ സെക്രട്ടറി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻ ആയിരിക്കും, വലിയ വാർത്തയായിരിക്കും. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആണ്. പക്ഷെ കോൺഗ്രസ് അങ്ങനെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെയല്ല, CPM ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഒരു അടി ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസ് എപ്പോഴും പറയും ആൾക്കൂട്ട പാർട്ടിയാണ്, അങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ ഭരണം ഏൽപ്പിക്കണോ എന്നുള്ളതാണ് കേരളം സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അത് 2021 കാരണം നിങ്ങളൊരു തീരുമാനം എടുക്കുന്നില്ല. അന്നും ഈ പ്രശ്നം എന്താ അറിയോ? അന്നും കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം വാർത്ത ഈ വീട് പ്രശ്നം തന്നെയായിരുന്നു. ഈ MM ഹാസന്റെ 1000 വീടും ഈ പറഞ്ഞ 1000 വീടും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ മുല്ലപ്പള്ളി രാമകൃഷ്ണൻ 500 വീടും അന്നും കേരളം ചർച്ച ചെയ്ത് 500 കോൺഗ്രസ് മുഖ്യ പൈസ എവിടെയെന്ന് അന്നും ചോദിച്ചത്. ഇന്നും അതേ ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ട അവസ്ഥ എന്താ പറയുന്നത്? അതിൽ നിന്ന് മുന്നോട്ട് വരാൻ കോൺഗ്രസ് ഇന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ട്രെൻഡൊന്നും മാറാൻ പോകുന്നില്ല. ഇനിയത്തെ ട്രെൻഡ് വികസനമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഇത്. Meet the editors.